ഇസ്രയേൽ എന്ന് പറയുന്ന ലോക ഭീകരവാദ രാഷ്ട്രം, ലോകത്തിലെ ഏറ്റവും നീചന്മാർ ജീവിക്കുന്ന രാഷ്ട്രം, ലോകത്തിൽ മനുഷ്യത്വം പരിപൂർണമായി നശിച്ചുപോയ ഭരണാധികാരികൾ അത് ഉദയം ചെയ്ത നാൾ മുതൽ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രം, ആ രാഷ്ട്രം ഫലസ്തീനി കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാവപ്പെട്ട കുട്ടികളുടെ മേൽ അവിടെ ആയുധങ്ങളിൽ നമുക്കറിയാം, അവർ തിരിച്ചു ബോംബുകൾ ഇടുന്നില്ല, അവർ കല്ലെടുത്തെറിയുകയാണ്. അത്രയും നിസ്സഹായരായ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങൾക്ക് അവിടെ ഇന്ന് ഇതുപോലെ സംഗമങ്ങളില്ല എന്ന് നാം അറിയണം. നമ്മൾ ഇട്ട പോലെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് നമ്മുടെ മടിയിലിരുന്ന് നമ്മുടെ പിഞ്ചു പൈതങ്ങൾ നമ്മുടെ കൂടെ വരുന്ന പോലെ, നമ്മുടെ പെൺകുട്ടികൾ ധരിച്ച പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, നമ്മുടെ ആൺകുട്ടികൾ ധരിച്ച പോലെ പാന്റ് ഷർട്ടും ധരിച്ച് അവിടെ വരാൻ സൗഭാഗ്യമില്ല. അവരുടെ മുഖത്ത് ബോംബുകളുടെ അടയാളമുണ്ട്, അവരുടെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്, അതിലേറെ അവരുടെ മനസ്സുകളിലുള്ള ആഴമേറിയ മുറിവുകളുണ്ട്. ലോകം മുഴുവനും അലഞ്ഞു നടന്ന ജൂതന്മാരെ, ലോകത്ത് മനുഷ്യർ ആരും പരിഗണിക്കാത്ത ജൂതന്മാരെ, ക്രൈസ്തവ ലോകം പരിഗണിക്കാത്ത ജൂതന്മാരെ, മറ്റു മതവിഭാഗങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രങ്ങൾ പരിഗണിക്കാത്ത ജൂതന്മാരെ മനസ്സിന്റെ അലിവ് കൊണ്ട്, കാരുണ്യം കൊണ്ട്, കരുണാമയനായ റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് ഫലസ്തീനികൾ സ്വീകരിച്ചപ്പോ ആ വീട് കൈയടക്കുകയും ആ നാട് കൈയടക്കുകയും 1948 അവിടെ ഒരു വൃത്തികെട്ട രാഷ്ട്രത്തെ, മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീചന്മാരുടെ രാഷ്ട്രത്തെ പഠിക്കുകയും അമേരിക്ക എന്ന് പറഞ്ഞ നീചത്വത്തിന് എന്നും കൂട്ടുനിൽക്കുന്ന രാജ്യം അവർക്ക് പച്ചക്കൊടി കാണിക്കുകയും 15 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കി കോളനിവൽക്കരണത്തിന് വിധേയമായ ബ്രിട്ടൻ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ പിതൃത്വം അവകാശപ്പെടാനില്ലാത്ത ജൂതരാഷ്ട്രം ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അവരിന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ലോകത്തെ മുസ്ലിമീങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. മുസ്ലിങ്ങളോട് വിരോധമുണ്ടാകാൻ കാരണം അവർ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യത്വമുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പരിഗണിച്ച ഒരു മതസമൂഹത്തിന് ഏറ്റവും വലിയ പീഡനം ഉണ്ടാകാനുള്ള കാരണം അവർ മുസ്ലിങ്ങളായി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്, അവർ ഇസ്ലാമിന്റെ അനുയായികളായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്, മഹത്വപൂർണമായ ഒരു ആദർശം അവർ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ്. ലോകാടിസ്ഥാനത്തിൽ അവർക്കിടയിലുള്ള ഐക്യമാണ് ലോകത്തുള്ള പല ശത്രുക്കളെയും ഇസ്ലാമിനെതിരെ തിരിയാൻ കാരണമായ. സഹോദരങ്ങളെ, രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആദ്യമായി ആറ്റം ബോംബ് കൊണ്ടുവന്ന്, അണുപ്രസരണമുള്ള ബോംബ് കൊണ്ടുവന്ന് തുപ്പിയ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യം അമേരിക്കയായിരുന്നു. അന്ന് ജോൺ എഫ് കെന്നഡിയുടെ നേതൃത്വത്തിൽ ലിറ്റിൽ ബോയ് എന്ന പേരിൽ ജപ്പാനിൽ കൊണ്ടുവന്ന് ബോംബ് തുപ്പിയപ്പോ ന്യായമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ജപ്പാനിന്റെ കൂടെ നിന്നതും, അന്ന് നമ്മളോടൊപ്പം നിന്നതും, ഇന്നും നാം ആവശ്യത്തിൽ അവരോടൊപ്പം നിൽക്കുന്നതും അവരുടെ പക്ഷത്ത് നീതിയുണ്ട് എന്നതുകൊണ്ടാണ്. ലോകത്തെവിടെയൊക്കെ നീതിയുണ്ടോ, ലോകത്തെവിടെയൊക്കെ അനീതി പ്രവർത്തിക്കുന്നുവോ ആ അനീതിക്കെതിരാണ് എന്നും മുസ്ലിം സമുദായം. ഖുർആന്റെ 5-ാം അധ്യായം, വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 8-ാമത്തെ വചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലെ 135-ൽ പറയുന്നത്, സ്വന്തത്തിനെതിരാണെങ്കിലും ആ സ്വന്തത്തിന്റെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും ധനാഢ്യനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ വിശ്വാസി സമൂഹമേ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ലോകത്തൊന്ന് കോടീശ്വരന്മാർ ലോകം ഭരിച്ചുവോ അവിടെ ഏറ്റവും വലിയ കച്ചവടായുധം ആ യുദ്ധായുധമാണ്, നാം നിർമ്മിക്കുന്ന വെപ്പണുകളാണ്, അത് വിൽക്കാനാണ് അമേരിക്കൻ കച്ചവടക്കാരൻ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യത്വമില്ലാത്ത, പൈതൃകമവകാശപ്പെടാനില്ലാത്ത മനുഷ്യൻ എന്ന രൂപം പോലും പലപ്പോഴും സ്വന്തം ശരീരത്തിൽ സൂക്ഷിക്കാത്ത ഒരു ബൊമ്മയെ പോലെയുള്ള ഒരു സൃഷ്ടി ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആയുധ കച്ചവടമാണ്. നമുക്കും വരാനിരിക്കുന്നു ഒരു ഇലക്ഷൻ. ഞാൻ ആദ്യമായി പറയുന്നു, ആരെ തെരഞ്ഞെടുക്കണമെന്നതിന് നമ്മുടെ വിരലിൽ കൂത്തുന്ന മഷിയുണ്ടല്ലോ, ആ മഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേരളം ആര് ഭരിക്കണമെന്നും ഇന്ത്യ ആര് ഭരിക്കണമെന്നും തീരുമാനിക്കേണ്ടത് മുസ്ലിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് നേരെ ഭരണഘടന അനുസൃതമായല്ല വിദ്യാഭ്യാസ രംഗത്ത് പോലും ലിബറൽ പാഠ്യപദ്ധതികൾ നടപ്പാക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും നിലനിൽക്കുമ്പോൾ സമ്മതിദാനാവകാശം എങ്ങനെ ഉപയോഗിക്കണം? ഒരു
നമുക്കും സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതാണ്, നിങ്ങൾ റബ്ബിന്റെ സഹയാത്രികരാവുക, നിങ്ങൾ റബ്ബിന്റെ സഹായികളാവുക. എങ്കിൽ റബ്ബ് നിങ്ങളെ സഹായിക്കും, റബ്ബ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. ആയുധമില്ലാത്ത നിരായുധരായ പട്ടിണിപ്പാവങ്ങളായ ബദർ യുദ്ധത്തിൽ വന്ന 313 അല്ലാഹ് സഹായിച്ചത് അതേ വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ 1000 മലക്കുകളെ കൊണ്ടാണ്. ആർക്കും കാണാനാവാത്ത മിസൈലുകൾ ഉപയോഗിക്കുന്നത്, പട്ടാളച്ചിട്ടയിൽ കാണാനാവാത്ത അള്ളാഹുവിന്റെ സബാനിയാക്കൾ, അള്ളാഹുവിന്റെ സൈന്യങ്ങൾ ലോകത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്ന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദയാണ്.